So today, what we have in our heart is a very simple message. ഇന്ന് എന്റെ മനസ്സിലുള്ളത് ഒരു വളരെ ചെറുതും വളരെ മനസ്സിലാക്കാൻ എളുപ്പവുമുള്ള ഒരു ദൂതാണ്. I have titled the message as Jesus the Man, Jesus the Christ. ആമേൻ. ഈ ദൂതിന് ഒരു ആമുഖം അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ഒരു അടിക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് മെയിൻ ആയിട്ട് എൻ്റെ ഒരു കൊടുക്കുന്നത് യേശുക്രിസ്തു മനുഷ്യൻ അല്ലെങ്കിൽ അതും യേശുക്രിസ്തു ദൈവവുമാണ്. Jesus the Man. യേശുക്രിസ്തു മനുഷ്യൻ. Or Jesus the Christ. യേശു ക്രിസ്തു. യേശു മനുഷ്യൻ, യേശു ക്രിസ്തു. We pray that God will reveal to you that Jesus is not just a man, but the Christ. ആമേൻ. ഞാൻ ആഗ്രഹിക്കുന്നത് യേശു വെറും ഒരു സാധാരണ മനുഷ്യൻ മാത്രമല്ല, യേശു ക്രിസ്തുവാണെന്ന് ദൈവം നിങ്ങൾക്കൊരു വെളിപ്പാട് തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. Shall we pray? നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. Father, we thank you for this time. കർത്താവേ, പിതാവേ, ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. We thank you. No terrain, no country, no oceans, no mountains can separate us when we come in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ചു കൂടി വരുമ്പോൾ ദൂരം, സമുദ്രങ്ങൾ, മലകൾ, കുന്നുകൾ അങ്ങേക്കൊരു പ്രശ്നമല്ല, അങ്ങേക്കൊരു ദൂരമല്ല. We stand on the word of God this afternoon. ഈ മധ്യാഹ്നം കഴിഞ്ഞ ഈ സമയത്ത് നിലനിൽക്കുന്നതായ ദൈവവചനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. Unite us on the word of God, Father. പിതാവേ, ദൈവവചനത്തിലൂടെ ഞങ്ങളെ ഒന്ന് ഒന്നിപ്പിക്കണം. And reveal to us Christ in Jesus, not just a man in Jesus. കർത്താവേ, യേശു ക്രിസ്തുവാണ്, വെറും ഒരു സാധാരണ മനുഷ്യനല്ല, യേശു ക്രിസ്തുവാണെന്ന് ഉള്ള വെളിപ്പാട് ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം നൽകണമേ. So hide me and Pastor Shibu behind the cross. ക്രൂശിന്റെ മറവിൽ അടിയനെയും പാസ്റ്റർ ഷിബുവിനെയും മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും. And bless your children as they listen to us. ഈ ദൂത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണം. In Jesus' name we pray. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു, കേൾക്കണമേ. Amen. ആമേൻ. We shall look into the text as in the Gospel of St. Luke, chapter 7. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. Chapter 7, verse 36 to 40, just 4 verses. 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Luke chapter 7, verse from 36 to 40. I shall let Pastor Shibu read verse 36, then I will read in English, then we can alternate, if that's okay. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ ആദ്യം മലയാളത്തിൽ വായിക്കും, അതിനുശേഷം ഇംഗ്ലീഷിൽ വായിക്കുന്നതായിരിക്കും. പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിക്കുവാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുന്നത് അറിഞ്ഞ് ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തുടർന്ന് സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു. അവൾ പാപിയല്ലോ എന്നുള്ളിൽ പറഞ്ഞു. ശിമോനെ, നിന്നോടൊന്ന് പറയാനുണ്ടെന്ന് യേശു പറഞ്ഞതിന് ഗുരു പറഞ്ഞാലും എന്നവൻ പറഞ്ഞു. Hallelujah. So we see the story which has got 2 people as the main people in this passage of 4 verses. ഈ 4 വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട 2 വ്യക്തികളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. One is a Pharisee. ഒന്ന് പരീശനായ ഒരു മനുഷ്യൻ. And one is a sinner lady. ഒന്ന് രണ്ടാമത് പാപിയായ ഒരു സ്ത്രീ. One is a learned man. പരീശൻ വളരെ വിദ്യാസമ്പന്നനായ ഒരു മനുഷ്യൻ. The other lady, we know her just as a sinner lady, just a sinner lady. മറ്റേ വ്യക്തിയെ പറ്റി, ആ സ്ത്രീയെ പറ്റി പറയുന്നത് അവൾ ഒരു പാപിയായ ഒരു സ്ത്രീ എന്നാണ് നമുക്ക് ദൈവവചനത്തിൽ കാണാൻ സാധിക്കും. One knew the book of Moses and the text as we have today, as we had at that time. One was a learned man.
അന്നത്തെ കാലത്ത് ന്യായപ്രമാണവും വചനവും അവർക്കുണ്ടായിരുന്ന പ്രമാണങ്ങളെല്ലാം നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു പരീശൻ. Pharisees were not actually bad people. They just were sincerely trying to protect God's word as they had it then. ആമേൻ. പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് മോശക്കാരായ വ്യക്തികളൊന്നും അല്ലായിരുന്നു. അവർക്കറിയാമെന്ന് അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ന്യായപ്രമാണത്തെ സൂക്ഷിക്കുവാൻ, അതിനെ പരിരക്ഷിക്കുവാൻ വേണ്ടി അവർ ഇറങ്ങിത്തിരിച്ചൊരു കൂട്ടരായിരുന്നു പരീശന്മാരെന്ന് പറയുന്നത്. Hallelujah. They were custodians of the law. ന്യായപ്രമാണത്തെ സൂക്ഷിക്കുന്നതിന് വേണ്ടി, അതിന് നഷ്ടം വരാതെ, കോട്ടം വരാതെ സൂക്ഷിക്കുവാൻ വേണ്ടിയാണ് പരീശന്മാര് പരിശ്രമിച്ചത്. They studied the law. അവര് ന്യായപ്രമാണം പഠിച്ചു. They taught the law. അവരത് പഠിപ്പിച്ചു. They protected the law. അവരുടെ ജീവിതത്തിൽ ഇത് സൂക്ഷിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുവാൻ അവർ പരമാവധി ശ്രമിച്ചു. So this man Pharisee knew the laws of Moses, Leviticus, and so on and on, the whole Old Testament probably. This man Simon was a learned man who knew his Bible in and out. ആമേൻ. അന്നത്തെ കാലത്തുണ്ടായിരുന്ന ന്യായപ്രമാണങ്ങളും പ്രവാചക പുസ്തകങ്ങളും ഒക്കെ വളരെ നന്നായി അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ പരീശനായ ഈ മനുഷ്യൻ. But this lady was a sinner lady. എന്നാൽ ഈ സ്ത്രീയെ പറ്റി നോക്കിയാൽ അവളെ പറ്റി ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അവൾ ഒരു പാപിനിയായ സ്ത്രീ ആയിരുന്നെന്നാണ്. There is no proof that this is Mary Magdalene. There is no proof. ഇത് മഗ്ദലക്കാരത്തി മറിയാണെന്ന് പറയുന്നവരുണ്ട്, പക്ഷെ അതിന് തെളിവില്ല. To be safe, all we know is she was a Miss Nobody. പേരില്ലാത്ത ഒരു പാപിനിയായ സ്ത്രീ എന്ന് മാത്രമേ നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുള്ളൂ. So Simon the Pharisee, the one who knew the Bible in and out, heard about Jesus. നന്നായി വചനം അറിയാവുന്ന, അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ ന്യായപ്രമാണവും പ്രവാചകന്മാരും മോശയെ പറ്റി നന്നായി അറിയാവുന്ന ഈ പരീശനായ ഈ മനുഷ്യൻ യേശുക്രിസ്തുവിനെ പറ്റി കേട്ടു. He has heard through John the Baptist that this is probably the Messiah. And so Simon had some idea this could be the Messiah, this could be the Christ, but all he heard was Jesus was a good teacher. യോഹന്നാൻ സ്നാപകനിലൂടെ ആയിരിക്കാം ചിലപ്പോൾ ഈ മനുഷ്യൻ, ഈ പരീശൻ യേശുക്രിസ്തുവിനെ പറ്റി കേട്ടത്. വരാനുള്ള മശിഹ യേശുക്രിസ്തു യേശു ആണ് എന്നുള്ള ചിന്തയും അങ്ങനെ ഒരു ചിന്ത തന്നെ മനസ്സിനെ ഭരിച്ചിരുന്നു. അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് പരീശന്മാർ വിശ്വസിച്ചിരുന്നതും ഇദ്ദേഹം വിശ്വസിച്ചിരുന്നതും യേശു നല്ലൊരു ടീച്ചർ, നല്ലൊരു ഗുരു എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിന് യേശുവിനെ അറിയാമായിരുന്നു. A lot of people have heard about Jesus and termed him he is a good teacher. പലരും യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത് യേശുക്രിസ്തു നല്ലൊരു ഗുരു, നല്ല ഉപദേശങ്ങൾ പറയുന്ന നല്ലൊരു ഗുരു. And even many political leaders, we know our own political leaders in the past, Gandhiji considered him as a good teacher, and Gandhiji was a favorite fan of the Sermon on the Mount. We know that. നമുക്കറിയാം അനേക രാഷ്ട്രീയ നേതാക്കന്മാർ, വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലുള്ള മഹാത്മാഗാന്ധി നമുക്കറിയാം. അദ്ദേഹം യേശുക്രിസ്തുവിനെ ഒരു നല്ല ഗുരുവായി, അദ്ദേഹം യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങളെ വളരെ വായിക്കുകയും ആദരിക്കുകയും അതിനെപ്പറ്റി പറയുകയും ചെയ്ത ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം. And we know from John's Gospel that Nicodemus was a learned Pharisee, a leader. He came to Jesus and said, "Good teacher, tell me how to be born." So many Pharisees thought of him as a good teacher. Amen. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശുവിന്റെ അടുക്കൽ രാത്രിയിൽ കടന്നു വന്ന നിക്കോദിമോസ് എന്ന പരീശനെ പറ്റി നമുക്കറിയാം. അദ്ദേഹം കടന്നു വന്നിട്ട് ചോദിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം യേശുവിനെ വിളിക്കുന്നത്, സംബോധന ചെയ്യുന്നത് ഗുരു, നല്ല ഗുരു എന്നുള്ള വാക്കാണ് യേശുവിനെ അദ്ദേഹം വിളിക്കുന്നത്. So Simon had no problems in considering Jesus as a good man, good teacher. ഈ പരീശനായ ഈ ശിമോന് യേശുവിനെ പറ്റി ഒരു നല്ല വ്യക്തി അല്ലെങ്കിൽ ഒരു നല്ല ഗുരു എന്ന രീതിയിൽ യേശുവിനെ കാണാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നു. And Simon, we know that Simon has also heard that Jesus just did 2 major miracles before he came to his house. ശിമോന്റെ വീട്ടിൽ, അല്ലെങ്കിൽ പരീശനായ ശിമോന്റെ വീട്ടിൽ യേശു കടന്നു വരുന്നതിന് മുമ്പേ യേശു പ്രധാനമായി ചെയ്ത 2 അത്ഭുതങ്ങളെ പറ്റി അവൻ കേട്ടിട്ടുണ്ട്. Jesus just healed the centurion servant. ഒരു
ശതാധിപന്റെ മകനെ ദാസനെ യേശുക്രിസ്തു സൗഖ്യമാക്കി. And Jesus also raised the son of the widow at a village called Nain, just before Pharisee's house. ഈ പരീശന്റെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പേ നയീൻ പട്ടണത്തിലെ വിധവയുടെ മകനെ, മരിച്ച മകനെ യേശു ഉയർപ്പിച്ചത് അവൻ കേട്ടിട്ടുണ്ടായിരിക്കും. And those were major miracles. From Capernaum, word went around. Hey, this man even healed the centurion servant. Jesus was very popular as a miracle working person. The whole of Capernaum reverberated, shook with this message. Centurion's son is healed. ഈ രണ്ട് അത്ഭുതങ്ങൾ മുഖാന്തരം കപർന്നൂമിൽ മാത്രമല്ല ആ ചുറ്റോടുള്ള സ്ഥലങ്ങൾ വരെ യേശു ചെയ്ത ഈ രണ്ട് അത്ഭുതങ്ങളിലൂടെ യേശുവിന്റെ പേര്, അവന്റെ സ്തുതി ചുറ്റുമുള്ള നാട്ടിൽ പരന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. And then comes a miracle of all miracles. Jesus raises the widow's son at the village Nain. ഏറ്റവും അതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ അത്ഭുതം എന്ന് പറയുന്നത്, മരിച്ചുപോയിരുന്ന അല്ലെങ്കിൽ ഒരു ശവമഞ്ചത്തിൽ അടക്കുവാനായിട്ട് കൊണ്ടുവന്ന ഒരു നയീൻ പട്ടണത്തിലെ വിധവയുടെ മകനെ യേശു ഉയർപ്പിച്ചു. So Simon, the leader he was, the learned man he was, he worked out the prophecies from Moses and Jeremiah and Daniel, and he went through the whole knowledge of Jesus, and he wanted to see who this good teacher, who this miracle man actually is. So he invited Jesus. അപ്പോൾ ഈ പരീശനായ ഈ മനുഷ്യൻ തന്റെ അറിവിലും ജ്ഞാനത്തിലും ന്യായപ്രമാണത്തിന്റെ പുസ്തകങ്ങളിലെ വെച്ചുള്ള മശിഹായെ പറ്റിയുള്ള ചിന്തകളും എല്ലാം വെച്ച് ഈ അത്ഭുതങ്ങളെ താൻ മനസ്സിലാക്കി ഗ്രഹിച്ച് യേശുവിനെ കാണുവാൻ താൻ ആഗ്രഹിച്ചു. ഈ യേശു ആരാണെന്ന് മനസ്സിലാക്കുവാൻ താൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് താൻ യേശുവിനെ തന്റെ ഭവനത്തിലേക്ക് വിളിക്കുക. And we know in Revelations that Jesus has clearly said, when I knock, if anybody opens, I will come and sup with him. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് അവരുടെ വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വന്ന് അവരോടുകൂടെ അത്താഴം കഴിക്കുമെന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. And when Jesus comes into our heart, it is left to us to receive him as a good teacher, or as a miracle working man, or as Jesus Christ, the one who saves us from sin. ഈ പരീശനായ വ്യക്തി യേശുക്രിസ്തുവിനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ ഒരു നല്ല ഗുരുവായിട്ടാണ് തന്റെ മനസ്സിൽ കരുതിയത്. ഒരു നല്ല ഗുരു, ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നവൻ, അതോ ഇവൻ യേശുവിനെ തന്റെ രക്ഷകനായി, പാപങ്ങളിൽ തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള ഒരു രക്ഷകനായിട്ടും വേണമെങ്കിൽ യേശുവിനെ അംഗീകരിക്കാം. So we leave Simon here, Simon the Pharisee here. Let's go to the sinner lady on the other side. ആമേൻ. ഈ പരീശനായ ഈ ശിമോൻ എന്ന് പറഞ്ഞ വ്യക്തിയെ നമുക്ക് അല്പസമയത്തേക്ക് ഒന്ന് മാറ്റി നിർത്തിയിട്ട് പാപിനിയായ സ്ത്രീയുടെ അടുക്കിലേക്ക് നമുക്കൊന്ന് പോകാം. Now we read in verse 38 that this Miss Nobody, the one who had no name, doesn't know the Bible, has never gone to church, has never been to a Bible study group, has never been a part of a cell group, goes into this house. നമുക്കറിയാം, 38ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു, ആ സ്ത്രീ പേരില്ലാത്ത ഒരു സമൂഹത്തിലും അല്ലെങ്കിൽ ഒരു പ്രയർ മീറ്റിങ്ങിലോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു മാന്യസ്ഥലത്ത് ചെന്നിട്ടില്ലാത്ത ഒരു സ്ത്രീ, അവൾ ഈ ഭവനത്തിലേക്ക് വരുന്നു, യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു. ഈ പാപിനിയായ സ്ത്രീ എന്നാണ് അവളെ അറിയുന്നത്, പേരില്ലാത്ത ഈ സ്ത്രീ. And Jesus is always good. I think he has got a PhD in how to reach the sinner. ആമേൻ. യേശുക്രിസ്തു എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവൻ നല്ലവനായ കർത്താവാണ്. യേശുവിന്റെ അടുത്തേക്ക് കടന്നു വരുന്ന ഒരു പാപിയെയും അവൻ തള്ളിക്കളയാത്ത ഒരു വ്യക്തിയാണ്. യേശുക്രിസ്തു പാപികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യത്തിൽ യേശുക്രിസ്തു ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. Nobody wanted Zacchaeus. സക്കായിയെ സമൂഹത്തിന് വെറുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. Luke chapter 19 says Zacchaeus was the chief sinner in entire Jericho. യെരിഹോ എന്ന പട്ടണത്തിലെ പാപിയായ വെറുക്കപ്പെട്ട സമൂഹം മുഴുവനും വെറുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു സക്കായി.
The Jews didn't want him, the non-Jews did want him. യഹൂദന്മാർക്ക് അവനെ വേണ്ടായിരുന്നു, ജാതികൾക്കും അവനെ വെറുപ്പായിരുന്നു, അവനെ വേണ്ടായിരുന്നു. He didn't have the courage even to go to Jesus in person. വ്യക്തിപരമായി യേശുവിന്റെ അടുക്കൽ കടന്നു ചെല്ലാനുള്ള ഒരു ധൈര്യം ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു സക്കായി. He climbed the sycamore tree and hid so that he can have at least a look at this Jesus. യേശുവിനെ കാണുവാൻ, സമൂഹത്തിന്റെ മുമ്പിൽ യേശുവിന്റെ അടുത്തേക്ക് കടന്നു പോകാനുള്ള മടി വിചാരിച്ച് ഒരു മരത്തിൽ കാട്ടത്തിമേൽ കയറിയിട്ട് ആരും കാണരുത്, എനിക്ക് യേശുവിനെ കാണണം, എന്നാൽ ആരും എന്നെ കാണരുതെന്ന് വിചാരിച്ച് അവൻ മരത്തിൽ കയറി ഒളിച്ചിരുന്ന് യേശുവിനെ കാണാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. And there was a big crowd around Jesus. യേശുവിന് ചുറ്റും ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടായി. He just entered Jericho. യെരിഹോയിലേക്ക് കയറുന്ന സമയത്ത് he had his disciples. യേശുവിന്റെ ചുറ്റുപാടും തന്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു. Probably he had all the 70 around him. He had 12 men, but he had almost more than 12 around him. 12 ശിഷ്യന്മാരെ കൂടാതെ യേശുവിനെ 70 ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവർ കാണുമായിരിക്കും. But this loving Jesus, the Christ, this Christ, when he came to the sycamore tree, looks up at Zacchaeus and says, "Come down. I'm coming." എന്നാൽ നമ്മൾ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മെ സ്നേഹിക്കുന്ന, സമൂഹത്തിൽ എല്ലാവരാലും വെറുക്കപ്പെട്ട സക്കായി മരത്തിന്മേൽ ഒളിച്ചിരിക്കുന്നത് യേശു കണ്ടു. ആ മരത്തിന്റെ താഴെ എത്തിയപ്പോൾ യേശു മുകളിലേക്ക് നോക്കി സക്കായിയോട് പറഞ്ഞു, സക്കായി നീ ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ വരികയാണ്. And we know what happened to Zacchaeus. നമുക്കറിയാം സക്കായിയുടെ ജീവിതത്തിൽ എന്ത് പരിവർത്തനമാണ് ഉണ്ടായതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. Same thing happens here. This lady who came to the feet of Jesus had a revelation of who this teacher is, who this miracle man is, and then the revelation came to her. ഈ പാപിനിയായ സ്ത്രീയും അതുപോലെ യേശുവിന്റെ അടുത്തേക്ക് കടന്നു വന്നു. ഒരു നല്ല ഗുരുവിനേക്കാൾ ഉപരിയായി യേശു ആരാണെന്ന് അവൾക്കൊരു വെളിപ്പാട് ഉള്ളിൽ ലഭിച്ചിരുന്നു. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. Knowledge of the Bible doesn't lead to revelation. It can help you with a revelation, but it doesn't lead you to a revelation. വചനം അറിയാം, അല്ലെങ്കിൽ കുറെ മസ്തിഷ്കത്തിൽ കുറെ ജ്ഞാനം അറിയാവുന്നത് കൊണ്ട് ദൈവിക വെളിപ്പാടുകൾ പ്രാപിക്കണമെന്നില്ല. അത് നമ്മളെ വെളിപ്പാടിലേക്ക് നയിച്ചെന്നിരിക്കും. പക്ഷെങ്കിൽ വചനത്തിന്റെ ജ്ഞാനം കൊണ്ട് വെളിപ്പാട് ലഭിക്കണമെന്നില്ല. Correct. Flesh and blood cannot reveal who the Son of God is. ദൈവത്തെ യഥാർത്ഥമായി രുചിച്ചറിയണമെങ്കിൽ, അല്ലെങ്കിൽ അവൻ ആരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ മാനുഷികമായ അറിവ് കൊണ്ട് അത് സാധിക്കുകയില്ല. When Peter had a revelation of who this man from Nazareth is, when he had the revelation, he said, "You are the Son of the living God." And പത്രോസ് ഇങ്ങനെ ഒരു വെളിപ്പാടുണ്ടായപ്പോൾ പത്രോസ് പറഞ്ഞു, നീ വാസ്തവമായി ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവാണെന്ന് അവൻ പറഞ്ഞു. And then Jesus said, "Now you have a revelation, Peter. I'll build my church on you." അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇത് മനുഷ്യരല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, ദൈവമാണ് ഇത് വെളിപ്പെടുത്തിയത്. നിന്റെ മേൽ, നീയാകുന്ന പാറയുടെ മേൽ ഞാൻ എന്റെ സഭയെ പണിയും. And this lady had a thirst for who is this Jesus. And when she comes to the feet of Jesus, in verse, we read in verse 38, I'll just read that again, if you don't mind, Pastor Shibu. And stood at the feet behind him, weeping, and she began to wipe his feet with her tears, and wiped them with the hair of her head. And she kissed his feet and anointed them with fragrant oil. പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു, കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി, തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി. This lady had a revelation that these feet will bear the nails on which my Lord will hang on the cross. ഈ പാപിനിയായ സ്ത്രീ യേശുവിന്റെ പാദപീഠത്തിങ്കൽ കണ്ണുനീര് കൊണ്ട് കാലിൽ നനച്ച്, ആമേൻ, പരിമള തൈലം കൊണ്ട് പൂശിയപ്പോൾ അവൾക്കൊരു വെളിപ്പാടുണ്ടായി എന്ന് ഞാൻ ചിന്തിക്കുന്നു.
കാരണം എന്താണ്? ആ പാദങ്ങളിൽ, മാനവജാതിയുടെ പാപം വഹിക്കുന്ന ആ പാദങ്ങളിലേക്ക് ആണിയടിക്കും. അവളുടെ പാപത്തിന് വേണ്ടി യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ഈ പാദങ്ങളിൽ ആണിയടിക്കപ്പെടുമെന്നുള്ളൊരു വെളിപ്പാട് അവൾക്ക് ലഭിച്ചു. When she had the revelation, then this feet of Jesus was not just a human feet made of just bones as we have here. If you don't mind, I'll show you the bones, the feet. This is an orthopedic example of a feet. And she knew this is not ordinary feet. Whoa, this is actually the feet that will carry all my sins to Golgotha and put my sins on the cross. അവള് ആ പാദങ്ങളിൽ ചുംബിച്ചപ്പോൾ, ആ പാദങ്ങളിൽ നിന്ന് കരഞ്ഞപ്പോൾ, അവളുടെ കണ്ണുനീർ തുള്ളികൾ ആ പാദങ്ങളെ നനച്ചപ്പോൾ, ഒരു സാധാരണ നമ്മളിപ്പോൾ കണ്ടതുപോലെ ഒരു എല്ലും കഷ്ണം അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു എല്ലും മാംസവുമായിട്ടും തൊലിയുമായിട്ടുള്ള ഒരു കാലല്ല അവൾ. ആ കാലുകളിൽ സാധാരണ ഒരു കാല ആണ് എന്നൊരു ചിന്തയിലല്ല അവൾ ആ കാലുകളെ ചുംബിച്ചത്. ഈ കാലുകളിൽ ആണിയടിക്കും, ഈ കാലുകൾ എന്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിലേക്ക് കടന്നു പോകും, ഈ കാലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഈ കാലുകൾ വിലപ്പെട്ടതാണ് എന്ന് അവൾക്ക് മനസ്സിലായി. And then she began to say, all I have I'll give to this feet. അവൾ പറഞ്ഞു, എനിക്കുള്ളതെല്ലാം, എനിക്ക് വിലപ്പെട്ടതായിട്ട് ഞാൻ കരുതിയിരിക്കുന്നതെല്ലാം ഈ പാദപീഠത്തിൽ ഞാൻ സമർപ്പിക്കുക. She had fragrant oil. അവൾക്ക് അവളുടെ കയ്യിൽ വിലയേറിയ ഒരു വെങ്കൽ ഭരണി പരിമള തൈലം അവളുടെ കയ്യിലുണ്ടായി. She had her beautiful hair. അവൾക്ക് മനോഹരമായ തലയിൽ മുടിയുണ്ടായി. And the lady will never, sort of disrespect her hair. That's a sign of ഒരു സ്ത്രീ തന്റെ തലമുടിയെ മോശമായിട്ട് കൈകാര്യം ചെയ്തിട്ട് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന, പരിരക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഒരു സ്ത്രീയുടെ തലമുടി. അവൾ അതിൽ അഭിമാനിക്കുന്ന ഒരു കാര്യമാണ്. But this Miss Nobody, this sinner said, I will wipe these feet with the best I have and wipe the feet with her hair. ഈ പേരില്ലാത്ത പാപിനിയായ സ്ത്രീ എന്ന് വചനം പറയുന്ന ഈ സ്ത്രീ അവൾക്ക് വിലപ്പെട്ടതായ, അവൾ കരുതിയിരുന്ന, സൂക്ഷിച്ചിരുന്ന, അല്ലെങ്കിൽ അവളുടെ മാന്യമായ, അല്ലെങ്കിൽ അവളുടെ അഭിമാനമായ തലമുടി കൊണ്ട് യേശുവിന്റെ കാലുകളെ കഴുകി, കണ്ണുനീര് കൊണ്ട് കഴുകി, പരിമള തൈലം കൊണ്ടും ഈ തലമുടി കൊണ്ടും തുടച്ചു. She gave the best to Jesus. അവൾക്കുണ്ടായിരുന്ന ഏറ്റവും നല്ലത് അവൾ യേശുവിന് കൊടുത്തു. When you have a revelation of who Jesus actually is, then everything is given to Jesus. യേശുക്രിസ്തു ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, യേശുക്രിസ്തുവിന് മുമ്പിൽ നമുക്ക് വിലയുള്ള, ഏറ്റവും വിലയുള്ള എന്ന് നമ്മൾ കരുതുന്നത് യേശുവിന് മുമ്പിൽ നമ്മൾ സമർപ്പിക്കുവാൻ തയ്യാറാകും. Her life began to shift completely when she understood this is actually Christ and his feet. Amen. അവൾക്ക് ഇതൊരു സാധാരണ വ്യക്തിയല്ല, ഇത് യേശുവാണ്, ഇത് ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, ആ വെളിപ്പാട് അവൾക്ക് ലഭിച്ചപ്പോൾ അവളുടെ ജീവിതം പൂർണ്ണമായി മാറുവാനിടയാക്കി. And Jesus observed the Simon the Pharisee who had all the knowledge about Jesus but didn't see the Christ in him. എല്ലാ ന്യായപ്രമാണവും പ്രവാചകന്മാരും അറിവും വിജ്ഞാനവും വിദ്യാഭ്യാസവും ഉണ്ടായിരുന്ന, അറിവുണ്ടായിരുന്ന പരീശനായ ആതിഥേയനായ ശിമോൻ യേശുവിനെ കർത്താവെന്ന് തിരിച്ചറിയാതെ പോയത് യേശു ശ്രദ്ധിച്ചു. And Jesus is now dealing with two people in the room. Miss Nobody the sinner at his feet, and Simon the learned Pharisee who is standing there and criticizing the lady. യേശു രണ്ട് വ്യക്തികളെ അവരോട് കർത്താവ് ഇടപെടുകയാണ്. സകലവും അറിയാം, അല്ലെങ്കിൽ നല്ല വിജ്ഞാനമുള്ള, വിദ്യാഭ്യാസമുള്ള, അറിവുള്ള ആ വ്യക്തിയായ പരീശനായ ശിമോൻ, ഒരു പേരില്ലാത്ത, അഡ്രസ് ഇല്ലാത്ത പാപിനി എന്ന് വചനം പറയുന്ന പാപിനിയായ സ്ത്രീ. And Jesus is telling, in verse 40 we read that, and Jesus said to him, Simon, I have something to say to you. യേശു ശിമോനോട് പറയുന്നു, ശിമോനെ, നിന്നോടൊന്ന് പറയാനുണ്ട് എന്ന് യേശു പറഞ്ഞു.
And Jesus is telling us through his word today, I have something to tell you. ഇന്ന് ദൈവവചനത്തിലൂടെ നമ്മളോട് ദൈവത്തിന് സംസാരിക്കാനുള്ള ഇതാണ്, മകനെ മകളെ, എനിക്ക് നിന്നോട് ഒന്ന് പറയാനുണ്ട്. Pastor Shibu and I'll be closing it in another 2 to 3 minutes. 2-3 മിനിറ്റിനുള്ളിൽ ഞാൻ ഈ വചനം കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. Jesus, is he just a good teacher? യേശു നിങ്ങൾക്ക് ആരാണ്? ഒരു നല്ല ഗുരു മാത്രമാണോ? If so, then every time you see a YouTube video, you'll feel good about Jesus. ഓരോ പ്രാവശ്യം നിങ്ങൾ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ യേശുവിനെ പറ്റി കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു നല്ല ഒരു അനുഭവം, ഒരു അനുഭൂതി നിങ്ങൾക്ക് തോന്നും. But if Jesus is Christ, the Savior, the anointed one, the Messiah, the one who takes the sin of the world, as John says, behold the Lamb of God that takes away the sin of the world. If this is Jesus Christ, then your whole life begins to shift. എന്നാൽ യേശു നിങ്ങളുടെ കർത്താവാണ്, യേശു എന്റെ പാപം മോചിക്കുന്നവനാണ്, യേശു അഭിഷക്തനാണ്, യേശു രക്ഷകനാണ്, യേശു എന്റെ വീണ്ടെടുപ്പുകാരനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ എല്ലാ ഏരിയാസിനും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകൾക്കും ഒരു സമൂല പരിവർത്തനം ഉണ്ടാകുവാൻ ഇടയായി. When this shift or this change happens in this lady, Jesus certifies, we read in verse 50 at the end of the chapter, that go in peace. This lady receives shalom, peace of God. ഈ പരിവർത്തനം അവളുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ, ഈ പാപിനിയായ സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ, ആ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യ പ്രകാരം പറയുന്നു, യേശു സ്ത്രീയോട് പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്ന, സമാധാനത്തോടെ പോവുക. സമാധാനം ദൈവം യേശുക്രിസ്തു അവൾക്ക് കൊടുക്കുന്നു, സമാധാനത്തോടെ പോകാം. Simon the Pharisee didn't get that blessing, although he invited Jesus and organized the dinner. He didn't get the blessing. യേശുവിനെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവനെ സൽക്കരിച്ച ശിമോൻ എന്ന പരീശനി അനുഗ്രഹം, ഈ സമാധാനം അവന് കിട്ടിയില്ല. He missed the boat completely. അവന് ഈ അനുഗ്രഹം ലഭിക്കുവാൻ അവനത് മനസ്സിലാക്കുവാനുള്ള വെളിപ്പാട് അവന് ലഭിച്ചില്ല. He probably have to hear another 1,000 more YouTube videos or messages or attend another 1,000 church services to get the revelation. ഈ ഒരു വെളിപ്പാട് പ്രാപിക്കണമെങ്കിൽ ഇനി എത്രയോ ആയിരക്കണക്കിന് മെസ്സേജുകൾ കേട്ടാൽ ഒക്കുമെന്ന് ഞാൻ ചിന്തിക്കുക. Some of us have done that, haven't we? നമ്മൾ പലപ്പോഴും അങ്ങനെയല്ലേ? We hear a good message and we don't get a revelation of who Christ is. നമ്മൾ എത്രയോ മെസ്സേജുകൾ കേൾക്കുന്നു, എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തു ആരാണെന്ന് നമ്മൾ ഗ്രഹിക്കുന്നുണ്ടോ? The revelation that Jesus is Christ, he takes away the sin of the world and puts you in right alignment with God. This revelation changes life. ആമേൻ. യേശു ആരാണ്? യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. യേശു എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കുന്നവനാണ്. നഷ്ടപ്പെട്ടു പോയ ദൈവമായിട്ടുള്ള നഷ്ടപ്പെട്ടു പോയ ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാനാണ് യേശു എനിക്ക് വേണ്ടി മരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സമൂല പരിവർത്തനം ഉണ്ടാകും. This revelation blessed me, and I'm sure this revelation blessed Pastor Shibu as well. ഈ വെളിപ്പാട് എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് നല്ല ഉറപ്പുണ്ട് പാസ്റ്റർ ഷിബുവിനും അതേ അനുഭവം തന്നെയാണ്. God bless you with greater and greater depth of revelation. ദൈവം നിങ്ങളെ അധികം യേശുക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാടുകളിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കും. The Bible says in Colossians chapter 1 verse 15 that Christ is the expressible image of God. ആമേൻ. കൊലോസ്യലേഖനം 1-15 വാക്യം പറയുന്നു, ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. Yeah, and Paul really prays for the believer in Ephesians. I pray that the eyes of your understanding will be open. പൗലോസ് അതുകൊണ്ട് എഫേസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, ആമേൻ, തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടത് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കേണ്ടതിനായി പൗലോസ് പ്രാർത്ഥിക്കുക.
And that is a great prayer we all believers should do every day. എല്ലാ ദിവസവും എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ 17-ാം വാക്യം മുതലുള്ള പ്രാർത്ഥന ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്നും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം. Shall we close our eyes in prayer? നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. Father, we thank you for this time. പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. Thank you for the word in Luke chapter 7. ലൂക്കോസിന് സുവിശേഷം 7-ാം അധ്യായത്തിലൂടെ ഞങ്ങളോട് ഇന്ന് പകൽക്കാലം സംസാരിച്ച ദൈവവചനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. Continue to reveal to us more and more about Christ, Jesus the Christ. യേശു കർത്താവ് എന്നുള്ള വെളിപ്പാട് അധികമായി ഈ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ. അത് അധികമായി പ്രാപിക്കുവാൻ, കാണുവാൻ ഞങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണം. That we all may grow from glory to glory to glory to glory every day. ഓരോ ദിവസവും ഞങ്ങൾ ക്രിസ്തുവിൽ വളർന്ന് അവന്റെ തേജസ്സിൽ വളരുവാൻ, തേജസ്സിൽ മുതിർന്നു വരുവാൻ, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണം. We thank you, dear Lord, again from the depth of our hearts. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. In Jesus' name we pray. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയും വിനയമായി യാചിക്കുന്നു, കൃപയോടെ കേൾക്കുന്നു. Once again, thank you, Brother Philip, for this time. ഫിലിപ്പ് ഈ സമയം തന്നതിന് നന്ദി പറയുന്നു. At the end of this, you'll have the contact details of Pastor Shibu and also my email. So if you have any questions, you're more than welcome. We love to serve you, and we are always there to love you and support you.